So today I am going to break down the layers of this poster design. അപ്പോൾ ഈ ഡിസൈൻ ലെയർ ബൈ ലെയർ ഞാൻ പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ഗോ. സോ ഇതാണ് നമ്മുടെ റോ ഇമേജ്. ഞാനിത് ട്രെയിലറിൽ നിന്ന് സ്ക്രീൻഷോട്ട്സ് എടുത്തതാണ്. അപ്പോൾ ഫസ്റ്റ് ഇമേജിൽ ഞാൻ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്. സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി ആൻഡ് റോ ഫിൽറ്ററിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് കൊടുത്ത് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് റോ ഫിൽറ്ററിൻ്റെ സെറ്റിങ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ലെയർ ആണ്. ഞാനത് ടൈപ്പ് ചെയ്തതിന് ശേഷം ലെയർ സ്റ്റൈലിൽ അതിൻ്റെ ബ്ലെൻഡ് മോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ലെയർ ബ്ലെൻഡ് മോഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ദിസ്. ഇതുപോലെ തുടക്കത്തിൽ അത് ഇങ്ങനെയായിരുന്നു ആൻഡ് ഞാൻ ബ്ലെൻഡ് മോഡ് അഡ്ജസ്റ്റ് ചെയ്തപ്പോഴാണ് ഇതുപോലെ ആയത് ഈ ഒരു എഫക്റ്റ് കിട്ടിയത്. നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് അടുത്ത ഇമേജ് ആണ്. അതിലും ഞാൻ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് റോ ഫിൽറ്റർ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ലൈറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇതിൻ്റെയും സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, സോ ഇതിൻ്റെ ബിഫോർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു, ആഫ്റ്റർ ഇതാണ്. ഫസ്റ്റ് ഇമേജിൻ്റെ ബിഫോർ ഇതും, ദെൻ ആഫ്റ്റർ ഇതും. നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ലെയർ തന്നെയാണ്. OG എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് അതിന് ഞാൻ ചെറിയൊരു മാസ്ക് അപ്ലൈ ചെയ്തു. ദെൻ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എറൈസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് ലെയർ ഒരു ലൈറ്റിംഗ് കൊടുത്തതാണ് യൂസിങ് ബ്രഷ് ടൂൾ. അത് നോർമലി ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഞാനതിനെ ലീനിയർ ഡോഡ്ജ് ആഡ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലെൻഡ് മോഡ് ആക്കിയതിന് ശേഷമാണ് ഈ ഒരു ലുക്കിലേക്ക് അത് മാറിയത്. അടുത്ത ലെയറും ചെറിയൊരു ലൈറ്റിംഗ് ലെയർ ആണ്. അതിനും നോർമലി ഇങ്ങനെയായിരുന്നു കാണുന്നത്. അതിനെ ഞാൻ സോഫ്റ്റ് ലൈറ്റിലേക്ക് മാറ്റിയപ്പോൾ ഈ ഒരു എഫക്റ്റ് കിട്ടി. ദെൻ നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇമേജിന്റെ സെലക്ട് ചെയ്ത പാർട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുണ്ട് ഇതുപോലെ. ആൻഡ് അതും ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആണ്. ചെറിയൊരു ബ്ലറൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റോ ഫിൽറ്ററും ഞാൻ കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിനകത്തേക്ക് ഹൈലൈറ്റ്സിന് കറക്റ്റ് കളർ കൊടുക്കാനായിട്ട് ഞാൻ ഈ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തു. ഇതുപോലെ ബിഫോർ ആഫ്റ്റർ, ഇതാണ് ആ ലെയർ. അതിനെ ഞാൻ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഇതുപോലെ ലൈറ്റിംഗ് കൊടുക്കാമെന്നുള്ളൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് മറ്റൊരു ലൈറ്റിംഗ് ആണ് ആൻഡ് അതിൻ്റെയും നോർമൽ ഇതിങ്ങനെയായിരുന്നു. ഞാൻ അതിനെ സോഫ്റ്റ് ലൈറ്റിലേക്ക് മാറ്റിയപ്പോഴാണ് ഈ ഒരു എഫക്റ്റ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് ലെയർ ഒരു ടെക്സ്റ്റ് ലെയർ ആണ്. ദ റിയൽ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് അതിന് ഞാൻ ചെറിയൊരു ഡ്രോപ്പ് ഷാഡോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ സെയിം ടെക്സ്റ്റ് ലെയറിൻ്റെ മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അതിനൊരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് ഗോഷ്യൻ ബ്ലർ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗ്ലോ കിട്ടാനായിട്ട് അതിനെയും ഞാൻ ലീനിയർ ഡോഡ്ജ് ആഡ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലെൻഡ് മോഡിലേക്ക് മാറ്റി. നെക്സ്റ്റ് ലെയർ മോഹൻലാൽ എന്ന് ടൈപ്പ് ചെയ്തതാണ്. ലെയർ 6 ആ മൂവിയുടെ ടൈറ്റിലിലെ ചെറിയൊരു ലോഗോയാണ്. ആൻഡ് ഫൈനലി ഞാനൊരു ഹാഫ് ടോൺ ലെയർ ക്രിയേറ്റ് ചെയ്തു യൂസിങ് ബ്രഷ് ടൂൾ. ബ്രഷിലേക്ക് പോകുമ്പോൾ ബ്രഷ് ഓപ്ഷൻസിനകത്ത് താഴോട്ട് വരുമ്പോൾ ഈ ഒരു കയ്യിൽ സ്ക്രീൻ ടോൺ 38 എന്ന് പറയുന്ന ബ്രഷ് കാണാം. ആ ഒരു ബ്രഷ് യൂസ് ചെയ്താണ് ഞാൻ ഈ ഒരു ഹാഫ് ടോൺ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ആ ഹാഫ് ടോൺ എഫക്റ്റിന് ഒന്ന് എറൈസ് ചെയ്യാനും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു ലെയർ മാസ്കും ആഡ് ചെയ്തിട്ടുണ്ട്. ഫൈനലി ഞാൻ ഈ ലേയേഴ്സിനെ എല്ലാം മെർജ് ചെയ്ത് ഒറ്റ ലെയർ ആക്കി സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് ഒരു കളർ ഗ്രേഡിങ് ചെയ്യാനായിട്ട് റോ ഫിൽറ്ററിനകത്ത് ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. റോ ഫിൽറ്റർ ചെയ്യുന്നതിന് മുൻപ് ഇങ്ങനെയായിരുന്നു, ചെയ്തതിന് ശേഷം ഇതിങ്ങനെയായി. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രേക്ക് ഡൗൺ വീഡിയോ ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ റിസൾട്ട്.